പശ്ചിമേഷ്യയെ സമ്പൂർണമായ ഒരു വൻ യുദ്ധത്തിന്റെ മുനമ്പിലേക്ക് തള്ളിവിട്ടുകൊണ്ട് അതീവ നിർണായകരവും ആശങ്കാജനകവുമായ സാഹചര്യങ്ങളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ നിന്നും പുറത്തു വരുന്നത്. ജോർദനിൽ ഇറാൻ നടത്തിയ കനത്ത ആക്രമണത്തിൽ 2 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും ഒരു സൈനികരെ കാണാതാവുകയും ചെയ്തതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക പോരാട്ടം വൻ വിസ്ഫോടനത്തിലേക്ക് നീങ്ങുകയാണ്. അമേരിക്കൻ സൈനികർക്ക് ജീവനഷ്ടം സംഭവിച്ചതോടെ ഇറാനെതിരെ ശക്തമായ തുടരാക്രമണങ്ങളുമായി അമേരിക്കൻ സൈന്യം രംഗത്തിറങ്ങി കഴിഞ്ഞു. ഇത് മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. ജോർദാനിലെ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ കനത്ത ആക്രമണത്തിൽ 2 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും ഒരു സൈനികരെ കാണാതാവുകയും ചെയ്ത അതീവ സങ്കീർണമായ സാഹചര്യത്തോട് അമേരിക്കൻ സൈനിക വൃത്തങ്ങളും രാഷ്ട്രീയ നേതൃത്വവും അതീവ കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചിരിക്കുന്നത്. US സൈനികർക്ക് ജീവനഷ്ടം സംഭവിച്ചതിന് പിന്നാലെ അമേരിക്കൻ സെൻട്രൽ കമാൻഡോ അഥവാ സെറ്റ്കോം ഇറാനിലെ തന്ത്രപ്രധാന മേഖലകൾ ലക്ഷ്യമിട്ട് കനത്ത ആക്രമണങ്ങളാണ് നിലവിൽ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന അന്താരാഷ്ട്ര കപ്പലുകളെ ആക്രമിക്കാനും അവയ്ക്ക് നേരെ നിരന്തരം ഭീഷണി മുഴക്കാനുമുള്ള ഇറാന്റെ സൈനിക ധൈര്യത്തെയും ശേഷിയെയും വേരോടെ ഇല്ലാതാക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അമേരിക്ക ഔദ്യോഗികമായി വ്യക്തമാക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി ഇറാന്റെ പരിധിയിലുള്ള മുഴുവൻ പാലങ്ങളും അതോടൊപ്പം അവിടെയുള്ള നിർണായക ആണവ നിലയങ്ങളും ബോംബിട്ട് തകർക്കാനാണ് അമേരിക്കൻ സൈന്യം ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം വൻ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നതിനിടെ അമേരിക്കൻ സൈനികരുടെ മരണവാർത്തയോട് ഡൊണാൾഡ് ട്രംപ് കടുത്ത രീതിയിലാണ് പ്രതികരിച്ചിരിക്കുന്നത്. സൈനികരുടെ മരണം വളരെ ദുഃഖകരമായ സംഭവമാണെന്ന് പരിഹസിച്ചു പറഞ്ഞ ട്രംപ് ഇറാന്റെ ആണവ മോഹങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകുമെന്ന മുന്നറിയിപ്പും ഇതിനോടൊപ്പം നൽകിയിട്ടുണ്ട്. ഇറാന്റെ തങ്ങളുടെ ആയുധപ്പുരകളിൽ ഒരിക്കലും ആണവായുധങ്ങൾ നിർമ്മിക്കാൻ അമേരിക്ക അനുവദിക്കില്ലെന്ന് ട്രംപ് അതീവ കർശനമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ ഔദ്യോഗിക മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ട് തങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ ഇനിയും തുടരാനാണ് ഇറാന്റെ ഭാവമെങ്കിൽ ആ രാജ്യം ഒരിക്കലും മറക്കാനാകാത്തത്ര കടുത്ത പാഠങ്ങൾ വരും ദിവസങ്ങളിൽ പഠിക്കേണ്ടി വരുമെന്നാണ് അമേരിക്കൻ ഭരണകൂടം നേരിട്ട് നൽകുന്ന കടുത്ത താക്കീത്. അമേരിക്കയുടെ ഈ കടുത്ത ഭീഷണികൾക്കും സൈനിക നീക്കങ്ങൾക്കും മുൻപിൽ ഒട്ടും ഭയന്ന് പിന്മാറാൻ ഇറാനും തയ്യാറായിട്ടില്ല എന്നതാണ് വസ്തുത. അമേരിക്കൻ പ്രസിഡന്റ് സമാധാന കരാറുകളിൽ ഒപ്പുവെക്കുന്നതിന് യാതൊരുവിധ വിലയുമില്ലെന്ന് തെളിയിക്കുന്നതാണ് ഇവരുടെ ഭാഗത്തു നിന്ന് തുടർച്ചയായി ഉണ്ടാകുന്ന കരാർ ലംഘനങ്ങളെന്ന് ഇറാൻ കടുത്ത ഭാഷയിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. ജോർദാനിലെ അമേരിക്കൻ സൈനികരുടെ മരണത്തിന് പ്രതികാരമായി US സെൻട്രൽ കമാൻഡ് നടത്തിയ അതീവ ശക്തമായ തിരിച്ചടിയെ തുടർന്ന് ഇറാന്റെ വിവിധ തന്ത്രപ്രധാനമായ മേഖലകളിൽ വൻ സ്ഫോടന പരമ്പരകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇറാൻ അതീവ നിർണായകരമായ തീരദേശ മേഖലയായ സിരിക്കിൽ തുടർച്ചയായ ശക്തമായ സ്ഫോടനങ്ങൾ ഉണ്ടായപ്പോൾ ബന്ദർ അബ്ബാസ്, ബന്ദർ ലങ്ക എന്നീ പ്രധാന നഗരങ്ങളിലും അമേരിക്കൻ മിസൈലുകൾ കടുത്ത നാശനഷ്ടങ്ങൾ വിതച്ചിട്ടുണ്ട്. തന്ത്രപ്രധാനമായി തീരദേശ പ്രദേശങ്ങളിലെ സൈനിക കേന്ദ്രങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും നേരെയാണ് അമേരിക്ക പോർവിമാനങ്ങളും മിസൈലുകളും ഉപയോഗിച്ച് കനത്ത പ്രഹരം ഏൽപ്പിച്ചത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇറാനിൽ അമേരിക്ക നടത്തിയ തുടർച്ചയായ ബോംബാക്രമണങ്ങളിൽ വൻ ജനനാശമാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ വ്യോമാക്രമണങ്ങളിൽ ഇതുവരെ 50ഓളം പേർ മരണപ്പെടുകയും 500ഓളം ആളുകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തതായി ഇറാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ആശുപത്രികളിൽ പ്രവേശിക്കപ്പെട്ട പലരുടെയും നില അതീവ ഗുരുതരമായി തുടരുന്നതിനാൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത്. അതിനോടൊപ്പം തന്നെ സാധാരണക്കാർ താമസിക്കുന്ന മേഖലകളിലും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. തെക്കൻ ഇറാനിലെ ബന്ദർ ഖമീറിലുള്ള ഒരു പ്രധാന പാലത്തിന് നേരെ അമേരിക്ക നടത്തിയ മാരകമായ ആക്രമണത്തിൽ 2 പെൺകുട്ടികൾ ഉൾപ്പെടെ 8 സാധാരണക്കാർ ദാരുണമായി കൊല്ലപ്പെട്ടു. ഈ അതീവ സങ്കടകരമായ വിവരം ഇന്ത്യയിലെ ഇറാൻ എംബസി തങ്ങളുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെ പരസ്യമായി സ്ഥിരീകരിക്കുകയും അമേരിക്കയുടെ ക്രൂരതയ്ക്കെതിരെ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം പശ്ചിമേഷ്യയിലെ ഈ ആഭ്യന്തര സംഘർഷം മറ്റ് അറബ് രാജ്യങ്ങളിലേക്കും വളരെ വേഗത്തിൽ പടരുന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിന്റെ ഭാഗമായി കുവൈറ്റിലെ ഒരു പ്രധാന എണ്ണ ഉൽപാദനശാലയ്ക്ക് നേരെയും ഇറാന്റെ ഭാഗത്തു നിന്നും കനത്ത ആക്രമണം ഉണ്ടായതായാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ആഗോള എണ്ണ വിപണിയെ തന്നെ പൂർണ്ണമായും തകിടം മറിക്കാൻ സാധ്യതയുള്ള ഈ നീക്കം പശ്ചിമേഷ്യൻ മേഖലയെ ഒരു ആഗോള യുദ്ധത്തിന്റെ പ്രത്യാഘാതത്തിലേക്ക് നയിക്കുമെന്ന ഭീതിയിലാണ് ഇപ്പോൾ ലോക രാജ്യങ്ങൾ മുഴുവൻ. അമേരിക്കയുടെ കടുത്ത ബോംബാക്രമണങ്ങൾക്കും സൈനിക ഭീഷണികൾക്കും മുമ്പിൽ ഒട്ടും വഴങ്ങില്ലെന്ന അതീവ കർശനമായ പ്രഖ്യാപനവുമായി ഇറാന്റെ പരമോന്നത നേതൃത്വം നേരിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. തങ്ങൾ നൽകിയിട്ടുള്ള അന്തിമ മുന്നറിയിപ്പും അന്ത്യശാസനവും അമേരിക്കൻ ഭരണകൂടം അതീവ ഗൗരവത്തോടെ തന്നെ എടുക്കണമെന്നാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് വ്യക്തമാക്കുന്നത്. തങ്ങൾക്കെതിരെയുള്ള സൈനിക ആക്രമണങ്ങൾ അമേരിക്ക ഉടനടി അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇതിലും എത്രയോ മാരകവും ശക്തവുമായ തിരിച്ചടിയായിരിക്കും ഗൾഫ് മേഖലയിൽ ഉടനീളം അമേരിക്കൻ സൈന്യം നേരിടേണ്ടി വരികയെന്നും ഇറാൻ കടുത്ത ഭാഷയിൽ താക്കീത് നൽകുന്നു. ഗൾഫ് മേഖലയിൽ ഉടനീളം നിലനിൽക്കുന്ന അമേരിക്കൻ സൈനിക താവളങ്ങളെ പൂർണ്ണമായും ലക്ഷ്യമിട്ടുകൊണ്ട് തങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന കടുത്ത പ്രതിരോധ ആക്രമണങ്ങൾ വരും ദിവസങ്ങളിൽ ശക്തമായി തുടരുമെന്നാണ് ഇറാന്റെ വൃത്തങ്ങൾ നൽകുന്ന പ്രധാന ഭീഷണി. അമേരിക്കൻ പ്രസിഡന്റ് സമാധാന കരാറുകൾ ഒപ്പുവെക്കുന്നതിന് യാതൊരുവിധ വിലയും ഇല്ലെന്ന് തെളിയിക്കുന്നതാണ് ഇവരുടെ ഭാഗത്തു നിന്നും തുടർച്ചയായി ഉണ്ടാകുന്ന അന്താരാഷ്ട്ര കരാർ ലംഘനങ്ങളെന്ന് ഇറാൻ കടുത്ത ഭാഷയിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. അമേരിക്കൻ ഭരണകൂടം സമാധാന നീക്കങ്ങളെ പൂർണ്ണമായും അട്ടിമറിക്കുകയാണെന്നും നയതന്ത്രപരമായ ചർച്ചകൾ ലംഘിച്ചുകൊണ്ട് നടത്തുന്ന ആക്രമണങ്ങൾ തങ്ങളുടെ പ്രവൃത്തിയിലൂടെ അതിശക്തമായ മറുപടി നൽകുമെന്നും ഇറാൻ വ്യക്തമാക്കുന്നു. ഇതിന്റെ പ്രതിഫലം എന്നോണം പശ്ചിമേഷ്യയിലെ സംഘർഷം മറ്റ് അയൽ രാജ്യങ്ങളിലേക്കും വളരെ വേഗത്തിൽ പടരുകയാണെന്ന അതീവ ആശങ്കാജനകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.
കുവൈറ്റിലെ തന്ത്രപ്രധാനമായ ഒരു എണ്ണ ഉൽപാദനശാലയ്ക്ക് നേരെയും ഇറാന്റെ ഭാഗത്തു നിന്നുള്ള കടുത്ത ആക്രമണം ഉണ്ടായതായാണ് പുതിയ അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കുന്നത്. ഇത്തരത്തിൽ പശ്ചിമേഷ്യൻ മേഖല ഒറ്റ ദിവസം കൊണ്ട് വലിയൊരു യുദ്ധവിസ്ഫോടനത്തിലേക്ക് നീങ്ങുമ്പോഴും നയതന്ത്രപരമായ സമാധാന ചർച്ചകൾ വീണ്ടും സജീവമാക്കാനുള്ള അന്താരാഷ്ട്ര നീക്കങ്ങളും അണിയറയിൽ സജീവമായി നടക്കുന്നുണ്ട്. ഇരു രാജ്യങ്ങളെയും അടിയന്തരമായി ചർച്ചാമേശയിലേക്ക് മടക്കിക്കൊണ്ടുവരാനും ഈ കനത്ത പോരാട്ടം അവസാനിപ്പിക്കാനുമായി പ്രധാന മധ്യസ്ഥ രാജ്യങ്ങളായ പാകിസ്ഥാനും തുർക്കി അടക്കമുള്ള വിദേശ ശക്തികൾ തങ്ങളുടെ പരമാവധി നയതന്ത്ര ശ്രമങ്ങൾ ശക്തമായി തുടരുന്നുണ്ട്. ജോർദനിലെ സൈനികരുടെ മരണത്തിന് പ്രതികാരമായി ഇറാന്റെ ആണവ നിലയങ്ങളെയും പാലങ്ങളും തകർക്കാൻ അമേരിക്ക ഒരുങ്ങുമ്പോൾ US സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ട് തിരിച്ചടിക്കുമെന്ന് ഇറാന്റെ പ്രഖ്യാപനം പശ്ചിമേഷ്യയെ ഒരു മഹായുദ്ധത്തിലേക്ക് നയിക്കുമെന്ന ഭീതിയിലാണ് ലോകരാജ്യങ്ങൾ മുഴുവൻ. നയതന്ത്ര മധ്യസ്ഥ ശ്രമങ്ങൾ പരാജയപ്പെടുകയും ഇരുവിഭാഗവും ആക്രമണങ്ങൾ കടുപ്പിക്കുകയും ചെയ്യുന്നതോടെ വരും മണിക്കൂറുകളിൽ പശ്ചിമേഷ്യയിൽ എന്ത് സംഭവിക്കുമെന്നത് അതീവ നിർണായകരമാണ്.